നമസ്കാരം. സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം കാർത്തിക നക്ഷത്രത്തെക്കുറിച്ചാണ്. കാർത്തിക നക്ഷത്രക്കാരുടെ 2026 തുടക്കം എങ്ങനെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഈ തുടക്കം വളരെ നന്നായി കഴിഞ്ഞാൽ 2026 വർഷം വളരെ സന്തോഷപൂർണമായിട്ട് കാർത്തിക നക്ഷത്രക്കാർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നതാണ്. അപ്പോൾ ഈ കാർത്തിക നക്ഷത്രക്കാര് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത് ഈ ജനുവരി മാസത്തിൽ. അപ്പോൾ ആ ഫലത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ വീഡിയോകൾക്ക് ലൈക്കും ഹൈപ്പും ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും ജന്മവർഷവും തീയതിയും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഈ കാർത്തിക നക്ഷത്രക്കാരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ജനുവരി മാസത്തില് ഇവരോട് അകന്നു കഴിഞ്ഞിരുന്ന ചില ആളുകളൊക്കെ വളരെ അടുക്കുന്നതാണ്. വളരെ സ്നേഹപൂർവമായിട്ടുള്ള പെരുമാറ്റവും ഇതുവരെ ഒന്നും സംഭവിച്ചിട്ടില്ലാത്ത പോലെയുള്ള പെരുമാറ്റവും ഒക്കെ ഉണ്ടാവുന്നതാണ്. അത് വളരെയധികം ശ്രദ്ധിക്കണം. നിങ്ങളെ വീണ്ടും ഒരു ചതിയിലേക്ക് അകപ്പെടുത്തുവാൻ സാധ്യതയുണ്ട്. നിങ്ങളിൽ ചില ബന്ധുജനങ്ങളുടെ പ്രവർത്തനമൊക്കെ അസ്വസ്ഥത സൃഷ്ടിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ബന്ധുജനങ്ങളുമൊക്കെ ആയിട്ട് നിങ്ങൾ അകന്ന് നിൽക്കേണ്ട ഒരു സാഹചര്യമൊക്കെ ഉണ്ടാകുന്നുണ്ട്. അവരെ കൃത്യമായി മനസ്സിലാക്കി അവരെ അകറ്റി നിർത്തേണ്ടതാണ്. ഇല്ലെങ്കിൽ മനസ്സിനെ അസ്വസ്ഥമാക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാവുന്നതാണ്. പൂർവിക ധനമൊക്കെ നിങ്ങൾക്ക് കൈവന്നു ചേരുന്നതാണ്. ക്രയവിക്രയങ്ങളെല്ലാം വിജയം നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ഈ ജനുവരി പകുതിയോടെ അപ്രതീക്ഷിതമായിട്ടുള്ള സ്ഥാനമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ഇങ്ങനെ അധികാരമൊക്കെ ലഭിക്കുമ്പോൾ അതിൽ മതിമറക്കരുത്, അതിൽ അഹങ്കരിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അങ്ങനെ അഹങ്കരിച്ചു കഴിഞ്ഞാൽ ഈ ചില സംസാരങ്ങളിലൂടെ ചില നഷ്ടങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. വളരെയധികം അധികാരങ്ങളൊക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ഒരു അധികാരസ്ഥാനത്തിരിക്കുമ്പോൾ ആ മേധാവി പാലിക്കേണ്ട എല്ലാ കടമകളും നിങ്ങൾ പാലിച്ച് മുന്നോട്ട് പോവുക. നിങ്ങളുടെ കർമ്മരംഗമൊക്കെ സുഖകരമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. വിദ്യാർത്ഥികൾക്കൊക്കെ വളരെ നല്ലൊരു സമയമാണ്. പരീക്ഷാധികാരികളിലൊക്കെ വിജയം ഉണ്ടാവുന്നതാണ്. വിവാഹകാര്യത്തിലൊക്കെ ഒരു തീരുമാനമാകുന്ന ഒരു സമയമാണ്. തൊഴിൽ തേടുന്നവർക്കൊക്കെ വളരെ നല്ലൊരു സമയമാണ്. ലോട്ടറി ഭാഗ്യമൊക്കെ നിങ്ങളെ തേടിയെത്തുന്നുണ്ട്. ജനുവരി 6, 8, 9, 10, 27, 28 തീയതികളിൽ ശുഭകാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് പൂർണ്ണമായിട്ടുള്ള ഒരു വിജയത്തിലേക്ക് എത്തുവാൻ നിങ്ങളെ സഹായിക്കുന്നതാണ്. കാരണം ഏറ്റവും ഭാഗ്യമുള്ള ജനുവരി മാസത്തിലെ ചില ദിവസങ്ങളാണ് ഇത്. എന്നിരുന്നാലും നിങ്ങൾ ജനുവരി അവസാനം ചില കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ചെറിയ ചെറിയ കേസുകളിൽ ചെന്നപ്പെടാതെ ഒന്ന് ശ്രദ്ധിക്കണം. അമിതമായിട്ടുള്ള കൂട്ടുകെട്ടുകളൊന്നും ഉണ്ടാവാൻ പാടില്ല. ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗമൊക്കെ ഒഴിവാക്കണം. സാമ്പത്തിക രംഗം വളരെയധികം പുരോഗതി നേടുന്ന ഒരു സമയമാണ്. ഈ സമയത്ത് മറ്റ് കുൽസിത പ്രവർത്തികളിൽ ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറിയ ചെറിയ ദോഷങ്ങളൊക്കെ ഉള്ളത് അകന്നു പോകുവാനായിട്ട് കാർത്തിക നക്ഷത്രക്കാരെ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും. ശനിയാഴ്ച വ്രതം എടുക്കുന്നത് വളരെ നല്ലതാണ്. വ്രതമെടുക്കുമ്പോൾ അവനവന്റെ ആരോഗ്യം അനുസരിച്ച് വ്രതമെടുക്കുക. ആർക്കെങ്കിലും അന്നദാനം ചെയ്യുന്നതും വളരെ നല്ലതാണ്. ആർക്കെങ്കിലും എന്ന് പറയുമ്പോൾ ഈ അന്നദാനത്തിന് അർഹരായിട്ടുള്ള ആർക്കെങ്കിലുമാണ് ഇത് ചെയ്യേണ്ടത്. കാർത്തിക നക്ഷത്രക്കാർ ജനുവരി മാസം ഇക്കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അവരുടെ ജീവിതം വളരെ ശോഭനമായിട്ട് മുന്നോട്ട് പോകുന്നതാണ്. വരുന്ന മാസങ്ങളിലേക്കുള്ള ഒരു അടിത്തറ പാകുവാൻ നിങ്ങൾക്ക് കഴിയുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.